മധ്യപ്രദേശിലെ ഹർദയിൽ പടക്ക നിർമ്മാണ ഫാക്ടറിയിൽ ഉണ്ടായ അപകടത്തിന്റെ ഏറ്റവും പുതിയ വിശദാംശങ്ങളിലേക്കാണ്. ഇപ്പോൾ 11 ആയിട്ടുണ്ട് മരണം എന്നുള്ളതാണ് ഏറ്റവും പുതിയ സ്ഥിരീകരിച്ച വിവരം. 59 പേർക്ക് ഗുരുതര പരുക്കേറ്റിട്ടുണ്ട്. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. അപകടത്തിൽ പ്രധാനമന്ത്രി അനുശോചനം രേഖപ്പെടുത്തി. ബൽറാം നെടുങ്ങാടി ഏറ്റവും പുതിയ വിവരങ്ങളുമായി. ബൽറാം, അപകടത്തിന്റെ കാരണം എന്ത് എന്നതിൽ വ്യക്തതയായിട്ടുണ്ടോ? ഇപ്പോൾ രക്ഷാപ്രവർത്തനം എങ്ങനെയാണ്? പരുക്കേറ്റവരുടെ ആരോഗ്യനില എങ്ങനെ? ഗുരുതരമായ പരുക്ക് എന്നൊക്കെയുള്ള റിപ്പോർട്ടുകളാണല്ലോ പുറത്തു വരുന്നത്. മരണം 11 എന്ന വിവരം വരുന്നു. അങ്ങനെ ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെ? അനുജ, അതീവ ദാരുണമായ അപകടമാണ് മധ്യപ്രദേശിലെ ഹാർദയിൽ ഉണ്ടായിരിക്കുന്നത്. രക്ഷാപ്രവർത്തനം ഇപ്പോഴും സജീവമായി ഈ പ്രദേശത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് അധികൃതർ അറിയിക്കുന്നത്. ഇന്ന് രാവിലെയാണ് പടക്ക നിർമ്മാണശാലയിൽ വൻ തീപിടുത്തം ഉണ്ടായത്. നിരവധി പേർ ഈ പ്രദേശത്ത് കുടുങ്ങിക്കിടന്നവരിലും ഭൂരിഭാഗവും ഈ ഫാക്ടറിയിൽ ജോലി ചെയ്തിരുന്ന തൊഴിലാളികൾ തന്നെയാണ് എന്നുമാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് മരണസംഖ്യ 11 ഉയർന്നിരിക്കുകയാണ്. പരിക്കേറ്റവരുടെ എണ്ണം ഔദ്യോഗികമായി 59 സ്ഥിരീകരിക്കുന്നത് എങ്കിൽ ആ സംഖ്യ 75 മുകളിലേക്ക് പോകും എന്ന വിവരവും ലഭിക്കുന്നുണ്ട്. പ്രദേശത്തേക്ക് കൂടുതൽ മെഡിക്കൽ സംഘങ്ങളെ അയച്ചിട്ടുണ്ട്. ഈ അപകടത്തിന്റെ കാരണം എന്ത് എന്ന് സംബന്ധിച്ച് ഇപ്പോഴും വ്യക്തതയില്ല. കാരണം രക്ഷാപ്രവർത്തനം പൂർത്തിയായ ശേഷം മാത്രമായിരിക്കും ഇത് സംബന്ധിച്ച് വ്യക്തത വരിക. നിലവിൽ മുഖ്യമന്ത്രി മോഹൻ യാദവ് ഈ സംഭവത്തെക്കുറിച്ച് ജില്ലാ കളക്ടറോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. സംഭവത്തിന് കാരണമായത് എന്ത് എന്നും നിലവിലെ സാഹചര്യം എന്ത് എന്ന് സംബന്ധിച്ചുള്ള വിശദമായ വിവരങ്ങൾ അറിയിക്കാനാണ് ജില്ലാ കളക്ടറോട് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിരിക്കുന്നത്. കൂടാതെ ഒരു മന്ത്രിയെയും ഉന്നത ഉദ്യോഗസ്ഥനെയും പ്രദേശത്തേക്ക് മുഖ്യമന്ത്രി നിയോഗിച്ചിട്ടുണ്ട്. രക്ഷാപ്രവർത്തനം ഒപ്പം തന്നെ ചികിത്സ എല്ലാം തന്നെ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഈ സംഘം അല്പസമയത്തിനകം തന്നെ അപകട സ്ഥലത്ത് എത്തിച്ചേരും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ കൂടാതെ രണ്ട് പടക്ക നിർമ്മാണ ഫാക്ടറി അത് ലൈസൻസ് ഉള്ള ഫാക്ടറിയാണോ അനധികൃതമാണ് എന്ന തരത്തിലേക്കൊക്കെ ചിലയിടങ്ങളിൽ റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അതിന്റെ വിവരം എന്താണ്? ഒപ്പം ഈ അപകടത്തിൽ പരുക്കേറ്റവർ, മരിച്ചവർ അതൊക്കെ ഇവിടുത്തെ തൊഴിലാളികളാണോ? അനുജ, ഈ ഫാക്ടറി ഉണ്ടായിരുന്നത് ജനവാസ മേഖലയോട് ചേർന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇത് ചട്ടവിരുദ്ധമായാണോ പ്രവർത്തിച്ചത് എന്ന പ്രാഥമിക സംശയം ഉയരുന്നുണ്ട്. എന്നാൽ ഔദ്യോഗികമായി ഇക്കാര്യത്തിൽ സ്ഥിരീകരണമില്ല. ഈ കമ്പനിക്ക് ലൈസൻസ് ഉണ്ടായിരുന്നോ എന്നതും മറ്റുമുള്ള, അല്ലെങ്കിൽ ഇത്രത്തോളം വലിയ ശേഷിയിലുള്ള സ്ഫോടക വസ്തുക്കൾ ശേഖരിക്കാനും നിർമ്മാണം നടത്താനുമുള്ള ലൈസൻസ് ഈ കമ്പനിക്ക് ഉണ്ടായിരുന്നോ എന്നത് അടക്കമുള്ള വിവരങ്ങളിൽ അധികൃതരുടെ പ്രതികരണം വരേണ്ടതുണ്ട്. നിലവിൽ ഈ മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ അപകടത്തിൽപ്പെട്ടവരും മരിച്ചവരിലും ഭൂരിഭാഗവും ഈ ഫാക്ടറിയിൽ ഉണ്ടായിരുന്ന തൊഴിലാളികൾ തന്നെയാണ് എന്നുള്ളതാണ്. കൂടാതെ സമീപ പ്രദേശങ്ങളിൽ ഉണ്ടായിരുന്നവർക്കും ഏറെ പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. കാരണം ഈ അപകടം വലിയ ഒരു സ്ഫോടനമാണ് നടന്നത്. തീപിടുത്തത്തെ തുടർന്ന് വലിയ തോതിലുള്ള സ്ഫോടക വസ്തുക്കൾ ശേഖരിച്ചിരുന്നു. നിർമ്മാണം പൂർത്തിയായ പടക്കങ്ങളും ഏറെ ശേഖരം ഈ ഫാക്ടറിയിൽ ഉണ്ടായിരുന്നു ഈ തീപിടുത്തം ഉണ്ടാകുന്ന ഘട്ടത്തിൽ. ഇതുകൊണ്ട് തന്നെ കിലോമീറ്ററുകൾ അകലെ പോലും ഇതിന്റെ ആഘാതം, പ്രകമ്പനം അനുഭവപ്പെട്ടു എന്നാണ് ദൃക്സാക്ഷികൾ അറിയിക്കുന്നത്. അകലെ നിന്ന് തന്നെ ഈ തീജ്വാലകൾ ഉയരുന്നതും പുക ഉയരുന്നതും കാണാൻ കഴിയുമായിരുന്നു. അസഹ്യമായ രീതിയിൽ വായു ശ്വസിക്കാൻ പോലും കഴിയാത്ത സാഹചര്യം ഈ സ്ഫോടനത്തെ തുടർന്ന മേഖലയിൽ ഉണ്ടായതായാണ് സമീപവാസികൾ അറിയിക്കുന്നത്. ഇക്കാര്യങ്ങൾ എല്ലാം തന്നെ പരിശോധിച്ചാണ് ജില്ലാ കളക്ടർ ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് വേണ്ടിയുള്ള റിപ്പോർട്ട് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. സംസ്ഥാന ദുരന്ത നിവാരണ വിഭാഗത്തിന്റെ 19 അംഗ സംഘമാണ് നിലവിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നത്. കൂടാതെ ഫയർഫോഴ്സും സംസ്ഥാന പോലീസും സ്ഥലത്ത് രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. കൂടുതൽ രക്ഷാപ്രവർത്തകരെ പ്രദേശത്തേക്ക് അയച്ചിട്ടുണ്ട്. ഇതുകൂടാതെ പ്രത്യേക മെഡിക്കൽ സംഘങ്ങളെയും ചികിത്സയ്ക്കായി ഈ പ്രദേശത്തേക്ക് നിയോഗിച്ചതായി സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. മധ്യപ്രദേശിലെ ഹർദയിലാണ് പടക്ക നിർമ്മാണ ഫാക്ടറിയിൽ ഉണ്ടായ സ്ഫോടനത്തിൽ 11 പേർ മരണമടഞ്ഞത്. 59 പേർക്ക് ഗുരുതര പരുക്ക് എന്നതാണ്. എന്നാൽ ഈ കണക്ക് ഒരുപക്ഷെ ഉയരാനുള്ള സാധ്യതയുണ്ട്. 75 പേർ എന്ന തരത്തിലേക്കൊക്കെ അത് മാറാനുള്ള സാധ്യതയുണ്ട്. വലിയ അപകടമാണ് ഉണ്ടായിട്ടുള്ളത്. മരണമടഞ്ഞവരുടെ കുടുംബാംഗങ്ങൾക്ക് സർക്കാർ 4 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്.